മക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കൈഫ ഹാലക്കും അഅസാക്കും തയ്യിബീൻ. അപ്പൊ ദേ നമ്മൾ എക്സാം ഇങ്ങ് അടുത്ത് വന്നു. ഇതുവരെ നമ്മൾ എക്സാം ആവട്ടെ എന്നിട്ട് പഠിക്കാലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇതേ കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. നമ്മൾ എക്സാം ഇതേ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. സോ എന്റെ എല്ലാ കുഞ്ഞുമക്കളും അറബിക്കിന് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് മാറാന് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ട്രിക്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മാം ലൈവിൽ വരുന്നിട്ടുള്ളത്. സോ ഇന്ന് നമ്മളൊരു കുഞ്ഞു കോണ്ടന്റ് വീഡിയോ ആണ് എടുക്കുന്നത്. അതായത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോർഷൻ, അതായത് ഗ്രാമർ പോർഷൻ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നാണ് മാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത്. അപ്പൊ എന്റെ എല്ലാ കുഞ്ഞുങ്ങളും ഓടിച്ചാടി നമ്മളെ വീഡിയോയിലേക്ക് വരിക. നമ്മൾ മാക്സിമം നമ്മളെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വളരെ ബ്രീഫായിട്ട് വളരെ അടിപൊളിയായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മുടെ ലൈവ് വരുന്നത്. സോ എല്ലാവരും ലൈവ് കാണാൻ മറക്കരുത്. സോ ആ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ലൈവ് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ എല്ലാവരും നമ്മളെ വീഡിയോ ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ഗ്രാമർ പോർഷൻ നിങ്ങൾ ജന്മത്തിൽ മറക്കാൻ പോകുന്നില്ല. അതാണ് ആ തരത്തിലുള്ള ഒരു ട്രിക്കിലൂടെയാണ് നമ്മൾ ഇപ്പൊ പോവാൻ പോകുന്നത്. സോ എല്ലാ മക്കളും നന്നായി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പൊ മക്കളെ, ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ്? അൻത അൻതി അല്ലെ? അൻത അൻതി അൻതുമാ അൻതും അൻതുന്ന. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അൻതയും അൻതിയും അൻതും ആണ് പഠിക്കാനുള്ളത്. ഈ അൻതുമാ അൻതുന്ന ഇല്ല. എന്നാലും മാം ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. അപ്പൊ നോക്കിയേ, അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു ബോയ് എന്നാണ് മീനിങ്. എങ്ങനെയാ വരുന്നത്? നീ ഒരു ബോയ്. മാം കാണിച്ചു തരാം. ദേ ഇവിടെ ആരാ ഉള്ളത്? ഒരു ബോയ് ആണുള്ളത് അല്ലെ? നീ ഒരു ബോയ് ആണ്. ഓക്കെ, അൻത എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഒരു ബോയ് എന്നാണ് പറയാ കേട്ടോ. അൻത നീ ഒരു ബോയ്. അൻത. അൻതി എന്ന് പറഞ്ഞാലോ? അൻതി എന്ന് പറഞ്ഞാൽ നീ ഒരു ഗേൾ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ പഠിച്ചെടുക്കാന്നറിയോ? എങ്ങനെ നമ്മളെ മൈൻഡിലേക്ക് ഇതിനെ നമ്മൾ എടുക്കാന്നറിയോ? അൻത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ബോയ്സിനോട് പറയണം, നീ ഒരു ബോയ്, നീ എന്താടാ ഇങ്ങനെ നമ്മൾ ഒരു ബോയിനോട് ചോദിക്കുകയാണ്. സത്യം പറയടാ, ഇന്നലെ നീ കളിക്കാൻ പോയില്ലേ എന്ന് നമ്മളൊരു ബോയിനോട് ചോദിക്കുകയാണെങ്കിൽ അൻത എന്നാണ് ഓക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി അതൊരു ഗേൾ ആണെങ്കിൽ അൻതി എന്നാണ് പറയാ. അപ്പൊ അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? വളരെ സിമ്പിൾ ആയിട്ട് അൻത എന്ന് പറയുമ്പോ തന്നെ അതിനൊരു എടുപ്പില്ലേ മക്കളെ? ഒരു എന്താ പറയാ, ഒരു ഹാൻഡ്സം ഫീൽ അല്ലേ അതിന്? അൻത അല്ലെ? അൻത അങ്ങനെയാണ് നമുക്കത് ഫീൽ ചെയ്യാം. അപ്പൊ അത് ബോയ്സിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ബോയ്സ് എപ്പോഴും നല്ല ഹാൻഡ്സം ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് ബോയ്സ് ഉണ്ടാവുക അല്ലെ? അപ്പൊ അവരെങ്ങനെയാ നിൽക്കുക? യെസ്, ഇങ്ങനെ നല്ല സ്ട്രോങ് ഉള്ള ബോയ്സ് ആണെങ്കിലും ഇങ്ങനെ നിൽക്കുക. എന്താടാന്ന് വെച്ചാൽ ഈ പോടാന്ന് പറയൂ അല്ലെ? ആ രീതിയിലാണ് ബോയ്സ് എന്ത് ചെയ്യുക, പെരുമാറുക. നേരെ മറിച്ച് ഗേൾസ് ആണെങ്കിലും വളരെ സോഫ്റ്റ് ആണ്. പഠിച്ചോന് ഗേൾസിനെ സൃഷ്ടിച്ച തന്നെ വളരെ ലോലമായ ഹൃദയവുമായിട്ടാണ്. ഓക്കെ, അപ്പൊ ഗേൾസ് ആണെങ്കിലോ അൻതി അല്ലെ? വളരെ അൻതി അങ്ങനെയാണ്. എന്നാൽ ബോയ് ആണെങ്കിൽ അൻത അല്ലെ? അൻത. ഗേൾ ആണെങ്കിൽ അൻതി അല്ലെ? അപ്പൊ ആ ഒരു ടോണിൽ തന്നെ നമുക്ക് മനസ്സിലാവണം അൻത എന്ന് പറഞ്ഞാൽ ബോയും അൻതി എന്ന് പറഞ്ഞാൽ ഗേളും. ഓക്കെ, അൻത അൻതി. ഗേൾസ് എപ്പോഴും ചിരിച്ചോണ്ടല്ലേ? അപ്പൊ അൻതി എന്ന് പറയുമ്പോ ചിരിക്കുക, അൻത എന്ന് പറയുമ്പോ കുറച്ചൊരു സ്ട്രോങ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പഠിച്ചാൽ നമുക്ക് വേഗം മൈൻഡിൽ അവിടെ കിടക്കും. അൻത എന്ന് പറഞ്ഞാൽ ഒരു ബോയോടാണ് പറയണത്. അൻതി എന്ന് പറഞ്ഞാൽ നീ ഒരു ഗേൾ എന്നാണ് അതിന്റെ മീനിങ്. ഇനി അൻതും എന്ന് പറഞ്ഞാലോ ബോയ്സിനും ഗേൾസിനും എന്തൊരു ഈസിയാ അല്ലെ? ബോയ്സിനും ഗേൾസിനും നിങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അൻതും എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ബോയ്സിനോടും ഗേൾസിനോടും നമ്മൾ നിങ്ങൾ എന്നാണ് പറയണേ. ബോയ്സിനോടും ഗേൾസിനോടും നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങൾ എന്നാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് അൻതും. ഓക്കെ, ബോയ്സിനോടും ഗേൾസിനോടും യൂസ് ചെയ്യുന്നതാണ് അൻതും. ഓക്കെ ആണല്ലോ? ഇനി അൻതുമാ എന്ന് പറഞ്ഞാൽ രണ്ട് ബോയ്സും ഗേൾസും രണ്ടാൾക്കാരോടും പറയുന്നതാണ് അൻതുമ. ഓക്കെ, ബോയ്സിനോടും ഗേൾസിനോടും നമ്മള് രണ്ടുപേരോട് പറയുന്നതാണ് അൻതുമ. ഓക്കെ, അൻതുന്ന എന്ന് പറഞ്ഞാലോ ഓൺലി ഗേൾസ്, കുറെ ഗേൾസിനോട് പറയുന്നതാണ് അൻതുന്ന. ഓക്കെ, അപ്പൊ ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ പഠിക്കേണ്ടതാകെ ഇത് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, യെസ്, ഇതിലിതേ നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാനില്ല. അൻതുന്ന പഠിക്കാനില്ല, അൻതുമായും നിങ്ങൾക്ക് പഠിക്കാനില്ല. അൻതുമായും നിങ്ങൾ ഇപ്പം പഠിക്കണ്ട കേട്ടോ. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതി. അൻത
അൻതി അൻതും. അൻത എന്ന് പറഞ്ഞാല് എന്താണ് കെത്തപ്ത, നീ എഴുത്. കെത്തപ്ത അല്ലെ. കെത്തപ്തി എന്ന് പറഞ്ഞാലോ ഒരു പെൺകുട്ടിനോടാണ് പറയാ അല്ലെ. കെത്തപ്ത കെത്തപ്തി. ഇനി കെത്തപ്തും എന്ന് പറഞ്ഞാലോ ബോയ്സ് കുറെ ഗേൾസ് ആൻഡ് ബോയ്സ് എഴുതി അല്ലെ. കെത്തപ്ത പറഞ്ഞാൽ ഒരു ബോയ് എഴുതി, നീ ഒരു ബോയ് എഴുതി. കെത്തപ്തി നീ ഒരു ഗേൾ എഴുതി. കെത്തപ്തും നീ കുറെ ഗേൾസ് ആൻഡ് ബോയ്സ് എഴുതി. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ മക്കളെ, അൻത കണ്ടോ. അൻത എന്ന് പറഞ്ഞാൽ ബോയ് ആണ് അല്ലെ. ഫതഹ്ത 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 അല്ലെ. ഫതഹ പ്ലസ് അൻതയാണ് ഫതഹ്ത, നീ തുറന്നു അല്ലെ. ഫതഹ പ്ലസ് അൻത ഫതഹ്ത. ജലസ്ത, ജലസ പ്ലസ് അൻത ജലസ്ത. ഓക്കെ, ജലസ പ്ലസ് അൻതയാണ് ജലസ്ത. കണ്ടോ, ഈ അൻതേന്റെ താ ആണ് കേട്ടോ മക്കളെ ഇത് വന്നത് ലാസ്റ്റ്. ലഅബ്ത അകൽത, ഇതൊക്കെ എന്തിന്റെ താ ആണ്? അൻതേന്റെ താ ആണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ഫതഹ പ്ലസ് ത ഫതഹ്ത, ജലസ പ്ലസ് ത ജലസ്ത, ലഅബ പ്ലസ് ത ലഅബ്ത, അകല പ്ലസ് ത അകൽത. ക്ലിയർ ആണല്ലോ. ഇനി ഒന്നുമില്ല, അൻതും എന്നുള്ള ആ ഒരു ക്രിയേനെ നമ്മള് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഫതഹ പ്ലസ് അൻതും ഫതഹ്തും, ജലസ പ്ലസ് അൻതും ജലസ്തും, ലഅബ പ്ലസ് അൻതും ലഅബ്തും, അകല പ്ലസ് അൻതും ലഅബ്തും. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ടീമിനെയാണ് ഇത് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. ഇത് ഒരു ഗേളോ ഓർ ബോയോ, നീ ഒരു ഗേൾ ഓർ നീ ഒരു ബോയ്, ഇതാണ് എന്ത് ചെയ്യുന്നത് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്. ഇപ്പോ റജാ പ്ലസ് ത, റജാ പ്ലസ് അൻത അല്ലെ, അത് ആരോടാണ്? ബോയോടാണ്. റജഅത. ഇനി റജാ പ്ലസ് അൻതി ആണെങ്കിലോ റജഅതി, ഒരു ഗേൾ ആണ് അല്ലെ. ഇനി റജാ പ്ലസ് അൻതും ആണെങ്കിലോ റജഅതും, ഒരു ആരോടാണ്? ഒരു ബോയോടാണ് അല്ലെ. അല്ല, ഒരു ബോയ് അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിനോടാണ് പറയണേ. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കിയേ, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ വന്നൊരു വർക്കാണിത്, നമുക്കൊന്ന് നോക്കാം. യാ ബുനയ്യ, ഹേ മകനെ, അൻത ഫഖ്രി, അൻത ഫഖ്രി, നീയാണ് എന്റെ അഭിമാനം അല്ലെ. ഷാഹത്തു അൽ മുബാറാത്ത, ഞാൻ എന്ത് ചെയ്തു? മത്സരം കണ്ടു. ഷാഹത്തു, ഞാൻ കണ്ടു. അൽ മുബാറാത്ത. കുംത, നീ അപ്പോൾ ആയിരുന്നു. ബിമാറസത്തിൽ ലഅബി, നീ നല്ല മത്സരത്തിലായിരുന്നു. വലഅബ്ത, നീ നന്നായി കളിച്ചു. ലഅബ്ത, നീ കളിച്ചു. കണ്ടോ, ലഅബ പ്ലസ് അൻത ലഅബ്ത, നീ കളിച്ചു. കണ്ടോ മക്കളെ, ലഅബ പ്ലസ് അൻത ലഅബ്ത. ഓക്കെ, ജയ്യിദൻ, നന്നായിട്ട്. കണ്ടോ, അപ്പോ ഇവിടെ ബോയോടാണ് പറയണത്, അതുകൊണ്ടാണ് താ ഫതഹ താ വന്നത്. അല്ലെങ്കിൽ എന്താ വരിക? ഗേളോടാണ് പറയണമെങ്കിൽ ലഅബ്തി എന്നാണ് പറയാം. ലഅബ്ത പ്ലസ് ലഅബ്ത ജയ്യിദൻ. സജ്ജൽത, സജ്ജൽത, നീ എന്ത് ചെയ്തു? നേടി. അൽ ഹദ്ഫ്, ഗോള് നേടി. വഹസൽത അലൽ കഅസ്, നിനക്ക് എന്ത് ചെയ്തി? ട്രോഫി കിട്ടി അല്ലെ. വഹസൽത, നീ ഗോൾ അടിച്ചപ്പോ നിനക്ക് എന്ത് കിട്ടി? വഹസൽത, നിനക്ക് നേടാൻ കഴിഞ്ഞു. അലൽ കഅസ്, എന്ത്? ട്രോഫി. അപ്പൊ നോക്കിയേ, ഹസല പ്ലസ് അൻതയാണ് ഹസൽത്ത ആയത്. ഇനി ഇതിന്റെ സ്ഥാനത്ത് നമ്മളോട് എന്താ പറഞ്ഞത്? അൻതും ചേർത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാ എഴുതാ? യാ ഔലാദ്, ഏ കുട്ടികളെ. കണ്ടോ, ഇവിടെ യാ ബുനയ്യ എന്ന് പറഞ്ഞത് എന്തായി? യാ ഔലാദ്, ഒരു കൂട്ടം ആൾക്കാരാണ്. അൻതും എന്ന് പറയാ ഗ്രൂപ്പിനാണ് പറയാ, ഗ്രൂപ്പിന് ബോയ്സിനെയും ഗേൾസിനെയും റെപ്രസെന്റേറ്റ് ചെയ്ത് പറയണതാണ് അൻതും. അപ്പൊ നോക്കിയേ, അൻതും ഫഖ്റുന, ഞങ്ങളുടെ അഭിമാനമാണ് അല്ലെ. അൻതും ഫഖ്റുന. ഇവിടെ പിന്നെന്താ? ഷാഹത്തു അൽ മുബാറത്ത വകുംത എന്നുള്ളത് എന്തായി? അൻതും വരുമ്പോ വകുംതും. കണ്ടോ, വകുംതും. കുംത എന്നുള്ളത് എന്തായി മാറി? വകുംതും. പിന്നെന്താണ്? ലഅബ്ത എന്നുള്ളത് എന്തായി മാറി? ലഅബ്തും എന്നായി മാറി. ലഅബ്തും. കണ്ടോ, ലഅബ്തും, ലഅബ്തും. കണ്ടോ, ലഅബ്തും. പിന്നെന്താണ്? വസജ്ജൽത എന്നുള്ളത് എന്തായി മാറി? സജ്ജൽതും. എന്താണ്? സജ്ജൽതും. എങ്ങനെയാണ് മാറിയത്? സജ്ജൽതും, സജ്ജൽതും. വഹസല എന്നുള്ളത് എന്തായി മാറി? വഹസൽതും, ഹസൽതും, ഹസൽതും. കണ്ടോ, ഹസൽതും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് മക്കളെ എന്ത് ചെയ്യുക? എഴുതാട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആണ്, വളരെ ഈസി ആണ്.
അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു ബോയ്, അൻതി എന്ന് പറഞ്ഞാൽ നീ ഒരു ഗേള്, അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ ബോയ്സ് ആൻഡ് ഗേൾസ്. ക്ലിയർ ആണല്ലോ? റജഅ പ്ലസ് അൻത റജഅത, കതബ പ്ലസ് അൻത കതബത, ഇനി റജഅ പ്ലസ് അൻതും കതബതും, റജഅ പ്ലസ് അൻതും റജഅതും. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ മക്കളെ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതണം. വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും മനസ്സിലായത് വിചാരിക്കുന്നു. ഇത് ഇനിയും നമ്മൾ ഈ പോർഷൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോ എല്ലാവർക്കും ലൈവിൽ കാണാം. അപ്പൊ ശരി കേട്ടോ മക്കളെ. അപ്പൊ ലൈവിലേക്ക് എല്ലാവരും മാം ക്ഷണിക്കുകയാണ്. ഒരുപാട് ട്രിക്കുകൾ മാം ലൈവിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒത്തിരി അധികം പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളെയും ഇൻഷാ അല്ലാഹ് ലൈവിൽ വെച്ച് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.